സൃഷ്ടാവ് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, അത് നമുക്ക് നാളെ വെളിപ്പെടുത്തി തരുന്നൊക്കെ നമ്മൾ ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിന്നും മറ്റു മതഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അധ്യായം 58 സൂറ മുജാദിലയിൽ 5-6 പറയുന്നത്, തീർച്ചയായും അള്ളാഹുവേയും അവന്റെ ദൂതനെയും എതിർത്ത് കൊണ്ടിരുന്നവർ അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുന്നതാണ്. സുവ്യക്തമായ പല തെളിവുകളും നാം അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുമുണ്ട്. അള്ളാഹു അവരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവരെ വിവരം അറിയിക്കുകയും ചെയ്യുന്ന ദിവസം. അള്ളാഹു അത് തിട്ടപ്പെടുത്തുകയും അവരത് മറന്നു പോവുകയും ചെയ്യും. അള്ളാഹു ഏത് കാര്യത്തിനും സാക്ഷിയാവുന്നു. അപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, പ്രവർത്തികളൊക്കെ നമുക്ക് അള്ളാഹു വ്യക്തമാക്കി തരും. ആ സമയത്ത് നമ്മൾ പലതും മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹു ഒരിക്കലും അത് മറക്കുന്നില്ല എന്ന്. കാരണം അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തൊട്ട് മുന്നേ പറയുന്നുണ്ട്, നമുക്ക് പല തെളിവുകളും വിവരിച്ച് തന്നിട്ടുണ്ട്, അപ്പൊ അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ. കാരണം ഇതൊക്കെ നമുക്ക് എതിരായിട്ട് വരുന്നൊരു ദിവസമുണ്ട്. കാരണം അന്നൊരു പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരുണ്ടാവണമെന്നില്ല, നമ്മൾ തനിയെ അത് നേരിടേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഒരിക്കലും നമുക്ക് ദോഷമായിട്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ നിഷേധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ നിഷേധിച്ചിട്ട് തന്നെ ജീവിക്കുക. കാരണം അതാണ് നമുക്ക് നല്ലത്. കാരണം നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഓർമ്മയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് പ്രവൃത്തിയും ചെയ്യാൻ. കാരണം സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി തെറ്റുകളില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോവാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല.